പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒടുവിൽ 25 ലക്ഷം രൂപയ്ക്കുള്ള ഫൈനൽ വന്നെത്തിയിരിക്കുകയാണ്. അതിൽ ആദ്യ റൗണ്ടിൽ മണിക്കുട്ടി മുത്തിനെ തോൽപ്പിക്കുകയും പിന്നീട് മുത്ത് തിരികെ എത്തി മണിക്കുട്ടിയെ തോൽപ്പിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഫൈനൽ റൗണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി മാറിയിരിക്കുകയാണ്. ഇതോടെ മുത്തിനോട് വിട്ടുകൊടുക്കരുത് എന്ന് പറയുന്ന എല്ലാവരും മണിക്കുട്ടി എന്നും നിന്നെ തോൽപ്പിച്ചിട്ടേ ഉള്ളൂ എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ മത്സരം വളരെയധികം മുറുകുന്നു. ഇതേ തുടർന്നാണ് രാധികയെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പൈസയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകുന്നത്. മണിക്കുട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നതിനായി കാവ്യയും അതുപോലെ തന്നെ തൻ്റെ അച്ഛനും പോയത് മുത്തിനെ വേദനിപ്പിച്ചിരിക്കുകയാണ്. ഇതോടെ മുത്ത് ജയിക്കണം എന്നുള്ള വാശിയിൽ പോരാടുകയാണ്. ഇതേ തുടർന്ന് മണിക്കുട്ടിയെ തോൽപ്പിക്കുന്നതിനായി മുത്തിന് സാധിക്കുകയും ചെയ്യുന്നു. ഇതോടെ കാര്യങ്ങൾ കൈവിട്ട് പോയിരിക്കുകയാണ്. പക്ഷേ മുത്ത് ഇതേ തുടർന്ന് രാധികയെ രക്ഷിക്കുന്നതിനുള്ള തീരുമാനവുമായി മുന്നോട്ട് വരികയും പൈസ അതിനുവേണ്ടി കൊടുക്കാൻ തയ്യാറാവുകയും ചെയ്തതിനെ തുടർന്ന് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാവുകയാണ്. രാധികയുടെ ജീവൻ രക്ഷപ്പെട്ടതിനെ തുടർന്ന് രാധിക തിരികെ കൃഷ്ണയുടെ വീട്ടിലേക്ക് എത്തുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ തുടർന്നാണ് കാവ്യയെ ഞെട്ടിച്ചുകൊണ്ടുള്ള മറ്റൊരു വില്ലൻ കടന്നു വരാൻ പോകുന്നത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.